സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ കേസിൽ പ്രതി സ്ഥിരം മോഷ്ടാവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. ഇയാൾ 6 സംസ്ഥാനങ്ങളിലായി 19 മോഷണ കേസിൽ പ്രതിയാണ്. ഒരു മാസം മുൻപാണ് പ്രതി ജയിൽ മോചിതനായത്. പ്രതിക്ക് പ്രാദേശിക സഹായം ലഭിച്ചോ എന്ന് അന്വേഷിക്കും. സ്വർണ്ണവില വർധന മോഷണം പെരുകാൻ കാരണമാകുന്നുവെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സുധീഷ് ഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുധീഷ്, ഈ പ്രതി ഹാബിച്വൽ ഒഫൻഡറാണ്, സ്ഥിരം കുറ്റവാളി എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത്. കേരളത്തിൽ ഭീമ ജ്വല്ലറി ഉടമയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നടക്കം മോഷണം നടത്തിയ കേസിൽ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള മുഹമ്മദ് ഇർഫാൻ. ഇയാളെ കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നുമാണ് പിടികൂടിയത്. കർണാടക പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് ഇയാളെ ഇത്രയും വേഗം പിടികൂടാൻ സാധിച്ചത്. അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറായ രമൺ ഗുപ്തയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ സഹായം ലഭിച്ചു എന്ന് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾ 6 സംസ്ഥാനങ്ങളിൽ നിന്നായി 19 മോഷണ കേസുകളിൽ പ്രതിയാണ്. ഒരു മാസം മുമ്പാണ് ജയിൽ മോചിതനായത്. ഇയാൾക്ക് ഇവിടെ കൊച്ചിയിൽ വന്ന് ഇത്തരത്തിൽ മോഷണം നടത്തുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം പ്രാദേശികമായി ലഭിച്ചിട്ടുണ്ടോ? അതിലുപരി ജോഷിയുടെ വീട്ടിൽ ഇത്തരത്തിൽ വജ്രാഭരണങ്ങൾ അടക്കം വെച്ചിട്ടുണ്ട് എന്ന വിവരം ഏതെങ്കിലും തരത്തിൽ അറിയുന്നതിന് വേണ്ട സഹായങ്ങൾ ആരിൽ നിന്നെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കവും പരിശോധിക്കുന്നുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനും അപേക്ഷ കൊടുക്കും. ഇപ്പോൾ എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഇവിടെ നിന്നും റിമാൻഡ് ചെയ്താൽ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങും. അപ്പോൾ ഇയാളുടെ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ സൈബർ പോലീസിന്റെ സഹായത്തോടുകൂടി പരിശോധിക്കും. അതിൽ നിന്ന് തന്നെ കേരളത്തിൽ നിന്ന് ആരുടെയെങ്കിലും സഹായം ഉണ്ടോ എന്ന കാര്യം അടക്കം കണ്ടെത്താനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസം. എന്തുതന്നെയായാലും മോഷ്ടിച്ച വസ്തുക്കളെല്ലാം തന്നെ, അതായത് 2 വജ്ര നെക്ലസുകൾ അടക്കം ഏതാണ്ട് 1.25 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും വിലയേറിയ വാച്ചുകളും അടങ്ങിയതായിരുന്നു മോഷണ വസ്തുക്കൾ. ഈ എല്ലാം തന്നെ വീണ്ടെടുക്കാൻ സാധിച്ചു എന്നതും ഏറെ ആശ്വാസകരമാണ്. ഈ മോഷണം നടക്കുന്ന ദിവസം സമീപത്തുള്ള 3 വീടുകളിൽ കൂടി മോഷണ ശ്രമം നടത്തിയിരുന്നതായും വ്യക്തമായിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ മൊത്തത്തിൽ എറണാകുളം സിറ്റി കേന്ദ്രീകരിച്ചും എല്ലാം തന്നെ സ്വർണ്ണ മോഷണങ്ങൾ കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സ്വർണ്ണവിലയിലെ വലിയ രീതിയിലുള്ള വർധനവും അതോടൊപ്പം തന്നെ ഈ അവധിക്കാലമായതിനാൽ ആൾക്കാർ പുറത്തേക്ക് വീട് അടച്ചിട്ട് പോകുന്നതും എല്ലാം ഇതിനൊരു പ്രേരണയാകുന്നു എന്ന ഒരു കണ്ടെത്തൽ കൂടിയാണ് നിലനിൽക്കുന്നതും.